മഹാരാജാസ് കോളേജിലെ സ്റ്റുഡൻസ് ആയിരുന്നു. ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പയിൻ്റെ പേര് പറഞ്ഞാൽ നമുക്കൊരുക്കാം അവർ പഠിച്ചിട്ട് ഈ കോതമംഗലം കുട്ടമ്പുഴ പൊങ്ങിച്ചോട് അറിയുന്ന ട്രൈബൽ ഏരിയയുടെ സ്റ്റുഡൻസിന് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫണ്ട് കളക്ഷൻ അറിഞ്ഞാൽ നമുക്കൊരു കുട്ടിക്ക് 1500 രൂപയോളം ചിലവ് വരുന്നത്. അതിനകത്ത് 80% അവിടെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 20% പെൻഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ ഈ അവധി ദിവസങ്ങളിലും ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള ക്രൗഡ് ഫണ്ട് കളക്ഷൻ ഇറങ്ങിയിട്ടാണ് ഫണ്ടും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത്. ഓപ്പൺ ലീഫാണ്. അവർ പറ്റുന്ന ഒരു എമൗണ്ട് ഒന്ന് സഹായിക്കാൻ വളരെ ഉപകാരമായി. ഗൂഗിൾ പേ അവൈലബിൾ ആയി. ഈ ഫണ്ട് എന്തിനാ ഉപയോഗിക്കുന്ന പറയാ? നമ്മൾ കോതമംഗലം കുട്ടമ്പുഴ പൊങ്ങിച്ചോട് ട്രൈബൽ ഏരിയയിലുള്ള സ്റ്റുഡൻസ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് അവർക്ക് ഫണ്ടിങ് എത്ര നാളത്തേക്ക് അവർക്ക് ഫണ്ട് ചെയ്യേണ്ടത്? നമുക്ക് അവിടെ 80% അവിടെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി 20% പെൻഡിങ് ആണ്. പെൻഡിങ് ഓക്കെ ഓക്കെ. നിങ്ങളുടെ മുതിർന്നവർ സാർമാരും അല്ല ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണോ? അല്ല, യൂണിയൻ്റെ ഏത് യൂണിയനാണ്? ഏതാണ് യൂണിയൻ? SFI. താങ്ക് യു. നോ പ്രോബ്ലം. ഞങ്ങൾ വിൽ ഫണ്ട് ചെയ്യും. ഞങ്ങൾ മഹാരാജാസ് കോളേജിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് അഞ്ചിമ. ഞാൻ അവിടെ ഫസ്റ്റ് ഇയർ BCom-ലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് സനുഷ. ഞാൻ ഫസ്റ്റ് ഇയർ BSc ബോട്ടണി. എൻ്റെ പേര് നിവേദ്. ഞാൻ ഫസ്റ്റ് ഇയർ ബോട്ടണി പഠിക്കുന്നു. അപ്പോൾ ഞങ്ങളൊരു ചാരിറ്റി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നമ്മൾ ഈ കോതമംഗലം കുട്ടമ്പുഴ പൊങ്ങിച്ചോട് വരുന്ന ട്രൈബൽ ഏരിയയിലെ സ്റ്റുഡൻസിന് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്ത് തന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫണ്ട് കളക്ഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളെ സാറ് ഫണ്ട് തന്ന് സഹായിച്ച സാറിന് നമുക്ക് മഹാരാജാസ് 2000 രൂപ ഒരു കുട്ടിക്ക് 1500 രൂപ വന്നോളും. പിന്നെ ഒരു 500 രൂപ എക്സ്ട്രാ സ്പോൺസർ ചെയ്ത സാറിന് ഒരു വലിയ മഹാരാജാസിന്റെ മഹാരാജാസ് കോളേജിന്റെ പേരിലും യൂണിയൻ SFI യൂണിയന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എവിടെ വീട്? ഞാൻ കോഴിക്കോട് പേരാമ്പ്ര. ഞാൻ മലപ്പുറം. മഹാരാജ് പഠിക്കാൻ വന്നതാണോ? ഞാൻ കോഴിക്കോട് താമരശ്ശേരി. ഓക്കെ, താങ്ക് യു. ഡാഡി എന്ത് ചെയ്യുന്നു? ഡാഡി അവിടെ കൂലിപ്പണിയാണ്. അച്ഛന് ഹോട്ടലാണ്. വയറിങ്ങും. താങ്ക് യു സോ മച്ച്.